ഈ മഹേശ്വരനിൽ സാന്ത്വന വർഷം ചൊരിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ ആലിംഗനം. കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി. ആരാധന നിറവിലാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായി. 4 ആരാധനകളിൽ അവസാനത്തേതാണ് രോഹിണി ആരാധന. രോഹിണി ആരാധന നാളിലാണ് പവിത്രമായ ആലിംഗന പുഷ്പാഞ്ജലി നടന്നത്. കുറുമാത്തൂർ ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഇത്തവണ കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. സതീദേവിയുടെ വിരഹദുഃഖത്താൽ വിഷമിച്ചിരുന്ന ശ്രീ മഹേശ്വരനെ മഹാവിഷ്ണു ഗാഢമായി ആശ്ലേഷിച്ച് മനം കുളിർപ്പിക്കുന്ന ധന്യമുഹൂർത്തത്തിൻ്റെ പുനരാവിഷ്കാരമാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂരില്ലത്ത് നായ്ക്കൻ നമ്പൂതിരിയുടെ ജന്മാവകാശമാണ് ആലിംഗന പുഷ്പാഞ്ജലി. ആരാധനയുടെ തലേ ദിവസം കുറുമാത്തൂർ നമ്പൂതിരിപ്പാടും പരികർമ്മികളും മണത്തണ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി കുളിയും തേവാരവും നടത്തി. മണത്തണയിലെ ആക്കൽ തറവാട്ടിലാണ് തന്ത്രിയും പരികർമ്മികളും വിശ്രമിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം ആക്കൽ തറവാട്ടിലെത്തിയ നായ്ക്കൻ സ്ഥാനികനെയും പരികർമ്മികളെയും ആചാരപരമായി സ്വീകരിച്ചു. രോഹിണി ആരാധനാ നാളിൽ ഉച്ചയോടെയാണ് തന്ത്രി കൊട്ടിയൂരിലെത്തിയത്. ആക്കൽ കയ്യാലയിൽ വിശ്രമിച്ച ശേഷം ഉച്ച ശീവേലിക്ക് മുമ്പ് തിരുവഞ്ചിറയിലെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് മുഖമണ്ഡപത്തിലെത്തി. തന്ത്രിയെ ഉഷക്കാമ്പ്രം നമ്പൂതിരി വരവേറ്റ് മണിത്തറയിലിരുത്തുന്ന ചടങ്ങാണ് പിന്നീട് നടന്നത്. കുറുമാത്തൂർ തന്ത്രി ആരാധനാ പൂജ നടത്തുമ്പോൾ മണിത്തറയിൽ പനയൂർ നമ്പൂതിരിയും താഴെ പാലക്കുന്നം നമ്പൂതിരിയും പരികർമ്മികളായിരിക്കണമെന്നാണ് പാരമ്പര്യമായുള്ള അനുഷ്ഠാനം. കുറുമാത്തൂർ സ്ഥാനികൻ നമ്പൂതിരിപ്പാട് മണിത്തറയിൽ കയറിയതോടെ വാദ്യഘോഷങ്ങൾ തുടങ്ങി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉഷക്കാമ്പ്രം നമ്പൂതിരി നൽകിയ പൂജാപുഷ്പങ്ങൾ സ്വയംഭുവിൽ അർച്ചന ചെയ്തു. പാലക്കുന്നം നമ്പൂതിരി നൽകിയ തീർത്ഥവും അഭിഷേകം ചെയ്തു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. ഹരിഗോവിന്ദ വിളികളാൽ തിരുവഞ്ചിറയും പരിസരവും മുഖരിതമായി. തന്ത്രി മണിത്തറയിൽ മുട്ടുകുത്തി കമിഴ്ന്നുകിടന്ന് സ്വയംഭുവിനെ 2 കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ഈ പവിത്രമായ ചടങ്ങാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി. കോരിത്തരിച്ചു ഞാൻ നിന്ന നേരം ആരോരുമറിയാതെ മിഴി നിറഞ്ഞ. ചടങ്ങ് കഴിഞ്ഞ് തന്ത്രി ആക്കൽ കയ്യാലയിലെത്തി ആരാധനാ സദ്യയിൽ പങ്കെടുത്തു. ഇതാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലിയുടെ ചടങ്ങുകൾ. കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിന് പുലയോ വാലായ്മയോ വന്നാൽ ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങിപ്പോകാറുണ്ട്. രോഹിണി ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും സന്ധ്യയ്ക്ക് പഞ്ചഗവ്യ അഭിഷേകവും നടന്നു. ആരാധനാ സദ്യയുമുണ്ടായിരുന്നു. നവകാഭിഷേകവും കളഭാഭിഷേകവും ആരാധനാ നാളിലെ വിശേഷ ചടങ്ങുകളാണ്. രോഹിണി ആരാധനക്കുള്ള പൂജാദ്രവ്യങ്ങൾ മട്ടന്നൂർ പഴശ്ശിയിലെ പടിഞ്ഞാറേ കോവിലകത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. ശ്രീകോവിലില്ലാതെ രോഹിണി ആരാധന കഴിഞ്ഞതോടെ കൊട്ടിയൂരിൽ ചതുശതങ്ങളുടെ നാളുകളാണ്. അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെടുന്നത്. ഒരാശില കണ്ടു നിന്നു കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടും കാട്ടിൻ നടുവിലെ കൽത്തറയിൽ.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി പറയും, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.